ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹിന്ദിയിൽ ഈ റീസെന്റായി റിലീസായ സിസ്റ്റം എന്ന മൂവിയുടെ കഥയാണ്. നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഈ കഥയിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിസ്റ്റം എന്ന ഈ മൂവിയുടെ മുഴുവൻ കഥയും നമുക്ക് കാണാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ശ്യാം എന്നൊരാളെ കാണിക്കുന്നു. കോടതി വിധിക്ക് ശേഷം അവനെ ജയിലിൽ അടയ്ക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ശ്യാം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്നും ഞാൻ ചെയ്യേണ്ട ജോലി മാത്രമാണ് ഞാൻ ചെയ്തതെന്നും ശ്യാം പറയുന്നു. നമുക്ക് ഹൈക്കോർട്ടിൽ പോകാമെന്ന് പറഞ്ഞ വക്കീൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ലെന്നാണ് ശ്യാം പറയുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ആ ജയിലിൽ തന്നെ ശ്യാം തൂങ്ങി മരിക്കുന്നതാണ് കാണിക്കുക. പിന്നീട് കാണിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. കഥയിലെ ഹീറോയിനായ നേഹയാകട്ടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അതേ കോടതിയിൽ തന്നെ സ്റ്റെനോഗ്രാഫറാണ് സാരികയും. രാജ്വഞ്ച് ലീഗൽ ഫേമിന്റെ ഫൗണ്ടറായ രവിയാണ് നേഹയുടെ അച്ഛൻ. ഇന്ന് വരെയും ഒരു കേസ് പോലും തോൽക്കാത്ത വലിയൊരു ലോയർ ആയിരുന്നു നേഹയുടെ അച്ഛനായ രവി. എന്നാൽ നേഹയാകട്ടെ അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. വലിയ കേസുകളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അഹാൽവാത്ത് എന്നൊരു വക്കീലിന്റെ കീഴിലാണ് അവൾ ജോലി ചെയ്തിരുന്നത്. ഈ നേഹയ്ക്ക് ആൽമറാം എന്നൊരു ജൂനിയർ കൂടി ഉണ്ട്. നേഹയുടെ അച്ഛൻ വലിയൊരു ലീഗൽ ഫേമിന്റെ ഫൗണ്ടർ ആയിട്ടും അതിൽ അവളെ പാർട്ണറാക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ലോയർ ആയിട്ട് മാത്രമേ തന്റെ രാജ്വഞ്ച് ലീഗൽ ഫേമിൽ അവളെ പാർട്ണറാക്കൂ എന്ന് അവളുടെ അച്ഛനായ രവി നേരത്തെ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അഹൽവാത്ത് എന്ന വക്കീലിന്റെ കീഴിൽ ജൂനിയറായി വർക്ക് ചെയ്യുന്നത്. ഈ തവണ അഹൽവാത്ത് അവൾക്ക് ഒരു കേസ് കൊടുക്കുകയാണ്. ജഗദീഷ് സിംഗ് എന്നൊരാളുടെ നൈറ്റ് ക്ലബിൽ നിന്നും കുറച്ച് ഡ്രഗ്സ് പോലീസ് പിടികൂടിയിരുന്നു. സോ ഈ ജഗദീഷ് സിംഗിനെതിരെ സംസാരിക്കാനാണ് അവൾ കോടതിയിൽ എത്തുക. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. രാധി എന്ന ഇൻസ്പെക്ടറിന് കഴിഞ്ഞ 3-ാം തീയതി ഒരു ഇൻഫോമറിന്റെ കയ്യിൽ നിന്നും കോൾ വരുന്നു. നൈറ്റ് ക്ലബ് നടക്കുന്നിടത്ത് ആരൊക്കെയോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നും അവിടെ ഡ്രഗ്സിന്റെ കച്ചവടം നടക്കുന്നുണ്ടെന്നും. ജഗദീഷ് സിംഗ് എന്നൊരാളുടെ ആയിരുന്നു ആ നൈറ്റ് ക്ലബ്ബ്. ഉടനെ രാധിയും മറ്റു പോലീസുകാരും അവിടെ എത്തുന്നു. അവിടെ അവർ റെയ്ഡ് ചെയ്യുന്നതിൽ നിന്നും അവർക്ക് വലിയൊരു എമൗണ്ട് ഡ്രഗ്സ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 ഗ്രാം കൊക്കൈനടുത്ത് അവർക്ക് അവിടെ നിന്നും കിട്ടുന്നു. കൂടാതെ ബാറിന്റെ ഉടമയായ ജഗദീഷ് സിംഗും ഡ്രഗ്സ് യൂസ് ചെയ്ത നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ മെഡിക്കൽ ടെസ്റ്റ് എടുത്തപ്പോഴേക്കും ബ്ലഡ് കൊക്കൈൻ ഉണ്ടെന്ന് കൺഫേം ആവുകയും ചെയ്തു. ഇതിന്റെ റിസൾട്ട് രാധി അവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജഗദീഷിന് ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നതായിരുന്നു നേഹയുടെ ജോലി. എന്നാൽ എതിർഭാഗം വക്കീൽ പറയുന്നതാകട്ടെ ജഗദീഷിന് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നാണ്. അയാൾ വല്ലപ്പോഴും മാത്രമേ തന്റെ ഉടമസ്ഥതയിലുള്ള ആ ബാറിലേക്ക് വരാറുകൂടിയുള്ളൂ. അവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ അയാൾക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. സോ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന CCTVs ഒന്നും തന്നെ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. സോ ഇതിൽ ജഗദീഷ് സിംഗിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് അയാളുടെ വക്കീൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയുമെന്നും സ്വന്തം ബാറിലേക്ക് പോലും താങ്കൾ വരാറില്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നും നേഹ ചോദിക്കുന്നു. എന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ CCTVയിൽ നിന്നായിരുന്നു താൻ അറിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ജഗദീഷ് പറയുന്നത്. പക്ഷെ കുറച്ചു നാളായിട്ട് അത് കേടായി കിടക്കുകയാണെന്നും ശരിയാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലെന്നും ജഗദീഷ് പറയും. ആ നൈറ്റ് ക്ലബിൽ നിന്നും കണ്ടെടുത്ത ഡ്രഗ്സ് തന്റേതല്ലെന്നും അയാൾ പറയുന്നു. ഇയാൾ ബാറിലേക്ക് വരുന്നതും പോകുന്നതും ഒന്നും തെളിയിക്കാനുള്ള CCTV ഫുട്ടേജസും അവിടെ ഉണ്ടായിരുന്നില്ല. താൻ വല്ലപ്പോഴും മാത്രമേ വരൂ എന്നാണ് അയാൾ പറയുന്നത്. നേഹ കൂടുതൽ എവിഡൻസ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്തത് കാരണം ജഗദീഷിന് ജാമ്യം അനുവദിച്ചു കിട്ടുന്നു. ജഗദീഷ് സിംഗിന് ജാമ്യം അനുവദിച്ചു കിട്ടിയതിൽ ദേഷ്യമുണ്ടായിരുന്ന അഹൽവാത്ത് സാർ ആകട്ടെ ഇനി ഈ കേസ് നീ കൈകാര്യം ചെയ്യേണ്ടെന്ന് നേഹയോട് പറയും. നീ ഈ കേസ് ഏറ്റെടുത്താൽ ഈ കേസ് തോറ്റുപോകുകയുള്ളെന്നും അതുകൊണ്ട് ഞാൻ തന്നെ ഈ കേസ് നോക്കിക്കോളാമെന്നും അയാൾ പറയുന്നു. എന്നാൽ തനിക്ക് ഒരവസരം കൂടി തരണമെന്നും താൻ എന്തായാലും ജയിക്കുമെന്നും അവൾ ഉറപ്പ് പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് നേഹയുടെ അച്ഛനായ രവി എന്ന വക്കീലിനെ കാണിക്കുന്നു. അയാൾ ഒരു ക്രിമിനൽ ലോയറാണ്. അയാളുടെ സംസാരിക്കാൻ ഒരുപാട് റിപ്പോർട്ടേഴ്സ് എത്തുന്നുണ്ട്. കാരണം അയാൾ അത്ര വലിയൊരു ലോയർ ആയിരുന്നു. ആ കോർട്ടിലെ തന്നെ സ്റ്റെനോഗ്രാഫറായ സരികയെ കാണിക്കും. സരിക തന്റെ കോർട്ടിലെ ജോലികളൊക്കെ തീർത്തതിനു ശേഷം വീട്ടിലേക്ക് വരുന്നു. സരിയുടെ ഹസ്ബൻഡ് ലക്ഷ്മണന് അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഉണ്ടായിരുന്നില്ല. അയാൾ വീൽ ചെയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് ഒരു മകളുമുണ്ട്. മാത്സിൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടിയതിനാൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നും അവളെ സെലക്ട് ചെയ്തിരുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കാശാകും. അത്രയും കാശൊന്നും ചിലവാക്കാൻ അമ്മയുടെ കയ്യിൽ ഉണ്ടാകില്ലെന്ന് മകൾ പറയും. എന്നാൽ നീ അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ടെന്നും ആ
കാശൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാമെന്നും സാരിക പറയും. അവരുടെ വീട്ടിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ നേഹയാകട്ടെ വെൽ സെറ്റിൽഡ് ആയ ലൈഫായിരുന്നു അവൾ നയിച്ചുകൊണ്ടിരുന്നത്. രവിയുടെ രാജ്വൻസ് ലീഗൽ ഫേമിന്റെ 25th ആനിവേഴ്സറിയുടെ ഫംഗ്ഷന് നേഹയും എത്തുന്നുണ്ട്. എന്റെ ഈ ഫേം ഇത്രയും നന്നായി മുന്നോട്ട് പോകാൻ കാരണം എന്റെ ക്ലയൻസ് തന്നെയാണെന്നും എന്റെ ക്ലയൻസ് എല്ലാം എന്റെ ഫ്രണ്ട്സ് ആണെന്നും രവി അവിടെ പറയുന്നുണ്ട്. നേഹയ്ക്ക് അലോക് എന്ന് പറയുന്ന ഒരു സഹോദരൻ കൂടിയുണ്ട്. അയാളും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്നാൽ ഇപ്പോൾ അയാൾ തന്റെ അച്ഛനായ രവിയുടെ രാജവൻസ് ലീഗൽ ഫേമിലെ ഒരു പാർട്ണർ കൂടിയാണ്. രവിയുടെ ജൂനിയറായി വർക്ക് ചെയ്യുന്ന അക്ഷയ്ക്ക് നേഹയെ ഇഷ്ടമായിരുന്നു. നേഹയും അക്ഷയും തമ്മിൽ കുറച്ച് വർഷങ്ങളായി പ്രണയത്തിലാണ്. തന്നെ കൂടി രാജവൻസ് ലീഗൽ ഫേമിൽ പാർട്ണർ ആക്കണമെന്ന് നേഹ പറയുമ്പോൾ നിനക്കത്ര ഈസി ആയിട്ട് ഈ ഫേമിലേക്ക് വരാൻ പറ്റില്ലെന്നും കഷ്ടപ്പെട്ട് അത് അച്ചീവ് ചെയ്തെങ്കിലേ കഴിയൂ എന്നും രവി പറയും. നീ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 കേസെങ്കിലും ജയിക്കണം. അതിനിടയിൽ ഒരു കേസ് പോലും തോൽക്കാനും പാടില്ല. എന്നാൽ ഉറപ്പായിട്ടും എന്റെ ഈ ലീഗൽ ഫേമിൽ നിന്നെയും പാർട്ണർ ആക്കാമെന്നും രവി പറയും. അച്ഛൻ പറഞ്ഞ ഈ ചലഞ്ച് നേഹയും ഏറ്റെടുക്കുന്നു. നേഹയുടെ അച്ഛൻ രവിയുടെ ഉറ്റ സുഹൃത്തായെന്നും വിക്രം ബജ്രാൾ എന്ന ഒരു ബിസിനസ്സുകാരൻ. അയാൾ യൂസ് ചെയ്ത ഒരു ഗ്ലാസ് കവറിലാക്കി ആരോ കൊണ്ടുപോകുന്നത് കാണിക്കുന്നു. പിറ്റേന്ന് രാവിലെ നേഹ കോടതിയിലേക്ക് പോകുമ്പോൾ അവളുടെ വണ്ടിയുടെ മുന്നിലായി സരിക പെട്ടുപോകുന്നുണ്ട്. സോ സരികയെ കാണുന്ന നേഹ അവൾക്കും കോടതിയിലേക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കും. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് സരിക ചോദിച്ചിട്ടും തന്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നേഹ പറയുന്നു. എന്നാൽ ഒരുപാട് കേസുകൾ കേട്ട പരിചയമുള്ള സരികയാകട്ടെ നേഹയ്ക്ക് ആ കേസ് ജയിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ നൈറ്റ് ക്ലബിന്റെ ഉടമ ജഗദീഷ് ക്രൈം ചെയ്തു എന്ന് തെളിയിക്കാനല്ലേ പാട്. പക്ഷെ അയാൾ ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് അയാളെ കൊടുക്കാൻ കഴിയുമെന്നും സരിക പറയുന്നു. സരിക പറഞ്ഞ ആ പോയിന്റ് വെച്ച് കേസ് ജയിക്കാൻ നേഹ ട്രൈ ചെയ്യുന്നു. സോ ജഗദീഷിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നേഹ ശ്രമിക്കും. ജഗദീഷിനെ കൊടുക്കാനുള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കി കോടതിയിലേക്ക് വരുന്ന നേഹ അതിനായി ശ്രമിക്കുന്നു. ജഗദീഷ് ആ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഡ്രഗ്സിന്റെ കച്ചവടം നടക്കുന്നതിനെ പറ്റി അറിയില്ലെന്നും കൂടാതെ അവിടുത്തെ CCTV ക്യാമറാസ് കേടാണെന്നുമാണ്. എന്നാൽ ഒന്നിലധികം ആഴ്ചയായി CCTV ക്യാമറകൾ കേടായിട്ടും അയാൾ അത് ശരിയാക്കാൻ തയ്യാറായിട്ടുമില്ല. 2006 ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം സെക്ഷൻ 66 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിലോ റെസ്റ്റോറന്റിലോ എന്തെങ്കിലും ക്രൈമോ തെറ്റായ എന്തെങ്കിലും പ്രവർത്തികളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ഓണറിന്റെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ പോലും അയാളെ ശിക്ഷിക്കാൻ കഴിയും എന്നാണ്. ഇവിടെ CCTV കേടാണെന്ന് അറിഞ്ഞിട്ടും ജഗദീഷ് മനഃപൂർവ്വം അത് നന്നാക്കിയില്ല. അവിടെ ഒരു ക്രൈം നടക്കാനുള്ള സാഹചര്യം അയാൾ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സെക്ഷൻ പ്രകാരം അയാൾക്ക് എന്തായാലും ശിക്ഷ ലഭിക്കുമെന്നും നേഹ പറയും. സോ ഇതോടെ ജഗദീഷിന് 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിക്കുന്നു. ഒരു പരിധിവരെ ഈ കേസ് ജയിക്കാൻ നേഹയെ സഹായിച്ചത് സരികയായിരുന്നു. സോ സരികയോട് താങ്ക്സ് പറയാൻ നേഹ എത്തുന്നു. സരികയും നേഹയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാഘവ് എന്നൊരു കോർട്ട് റിപ്പോർട്ടറും എത്തുന്നുണ്ട്. ആ റിപ്പോർട്ടർക്ക് ക്യാഷ് മേടിച്ച് കോടതിയിൽ നിന്നും ചില ന്യൂസ് ഒക്കെ ശാരിക അയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. കേസിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് പാടായിരുന്നെങ്കിലും നിന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അവൾക്ക് കൺഗ്രാറ്റ്സ് പറയുന്നു. സരികയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള കേസും തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് നേഹയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്റെ മുന്നോട്ടുള്ള കേസുകളിൽ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി നേഹ വീണ്ടും ശാരികയെ മീറ്റ് ചെയ്യുന്നു. ഓരോ കേസിലും തന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കേസിന് 10,000 രൂപ വെച്ച് തരാമെന്നും നേഹ പറയും. എന്നാൽ 10,000 പറ്റില്ലെന്നും തനിക്ക് 20,000 രൂപ വെച്ച് ഓരോ കേസിനും തരുകയാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നുമാണ് സാരിക പറയുക. അതിന് നേഹയും സമ്മതിക്കും. എന്നാൽ സാറ്റർഡേ സൺഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും ബാക്കിയുള്ള ദിവസം 7 മണി വരെ വർക്ക് ചെയ്യാമെന്നും സാരിക പറയുന്നു. ആ ഡീലിന് നേഹയും സമ്മതിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് വിക്രം ബജ്രാളിനെ കാണിക്കുന്നു. അയാളെ കാണാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പെൺകുട്ടി അയാളുടെ വീട്ടിലെത്തുന്നു. ആ പെൺകുട്ടിയുമായി വിക്രം ബജ്രാളിന് എന്തോ അഫെയർ ഉള്ളതായിട്ടാണ് കാണിക്കുക. ആ പെൺകുട്ടി ബജ്രാളിന്റെ വീട്ടിലേക്ക് എത്തുന്നതും അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നതുമായ ഫോട്ടോസ് മറ്റൊരാൾ എടുക്കുന്നതായി കാണിക്കുന്നു. ആരാണ് ആ ഫോട്ടോസ് എടുക്കുന്നതെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. ഇൻസ്പെക്ടർ റാത്തിയുമായി ശാരികയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണെങ്കിലും അവർ തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധമുള്ളതായി കാണിക്കും. എന്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞതാണ്, പക്ഷെ നമ്മുടെ ഈ ബന്ധം എനിക്ക് ഇഷ്ടമാണെന്നും നീ എന്നും വരണമെന്നും റാത്തി പറയും. എന്നാൽ എനിക്ക് എന്നും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സാരിക അവിടെ നിന്നും പോകുന്നു. ആദ്യ കേസ് ജയിച്ച ശേഷം നേഹയ്ക്ക് രണ്ടാമത് ഒരു കേസ് കൂടി കിട്ടുന്നു. റുക്സാന എന്ന പെൺകുട്ടിയെ ജംഗി എന്ന് പറയുന്നൊരാൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് 19 വയസ്സാണെന്നാണ് കോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിലൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവളെ കണ്ടാൽ ഒരു 16 വയസ്സിന് താഴെ മാത്രമേ തോന്നിക്കൂ. ഈ കാര്യം നേഹ സരികയോട് പറയും. ജംഗിയെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജംഗിയുടെ വക്കീൽ പറയുക 19 വയസ്സുള്ള പെൺകുട്ടി, അതായത്
പ്രായപൂർത്തിയായ ആ പെൺകുട്ടി അവളുടെ സമ്മതപ്രകാരം തന്നെയാണ് അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തത് എന്നായിരിക്കും. അതിനാൽ അയാളെ ശിക്ഷിക്കാനും കോടതിക്ക് കഴിയില്ല. അങ്ങനെ ജംഗി ആ കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ വയസ്സ് തെളിയിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും സരിക നേഹയോട് പറയും. സരിക കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും നേഹയുടെ കരിയറിൽ വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നേഹയെ സരിക അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവളുടെ ഹസ്ബൻഡിനെയും മകളെയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി മൈനറാണെന്ന് തെളിയിച്ചാൽ ഈ കേസിൽ നിനക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്നും സരിക നേഹയോട് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹിയറിംഗിന് ചെല്ലുമ്പോൾ സരിക പറഞ്ഞ പോലെ തന്നെയായിരുന്നു എതിർഭാഗം വക്കീൽ വാദിച്ചുകൊണ്ടിരുന്നത്. 19 വയസ്സുള്ള പെൺകുട്ടിയും അയാളും തമ്മിൽ റൂമിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തത് ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമായിരുന്നെന്നും എതിർഭാഗം വക്കീൽ പറയുന്നു. അതിനെ ഒരിക്കലും റേപ്പായിട്ട് കാണാൻ കഴിയില്ലെന്നും സോ ജംഗിയെ വെറുതെ വിടണമെന്നും വക്കീൽ പറയും. എന്നാൽ റെക്സാനയുടെ എക്സ്റേ എടുത്ത് ഒരു ഡോക്ടറെ കാണിച്ചതിനു ശേഷം ഈ എക്സ്റേ വെച്ചിട്ട് ഈ കുട്ടിയുടെ പ്രായം കണ്ടെത്താൻ കഴിയുമോ എന്ന് നേഹ ചോദിക്കും. ഒരു എക്സ്റേ വെച്ച് പ്രായം കണ്ടെത്താൻ പറ്റുമെന്നും ഈ എക്സ്റേ ഉള്ള കുട്ടിക്ക് ഏകദേശം 16 വയസ്സോ അത് താഴെയോ മാത്രമേ പ്രായം ഉണ്ടാകൂ എന്നും അയാൾ പറയുന്നു. 16 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാകാൻ ചാൻസ് ഇല്ലെന്നും കാരണം 16 വയസ്സിനു ശേഷം എല്ലുകളുടെ വളർച്ച കുറച്ചുകൂടി കൂടുതലായിരിക്കും. അത് ഈ എക്സ്റേയിൽ കാണുന്നില്ലെന്നും ഡോക്ടർ പറയും. എന്നാൽ എതിർഭാഗം വക്കീൽ അതിനെ എതിർക്കുന്നുണ്ട്. ചിലർക്ക് എല്ലുകൾ കുറച്ചുകൂടി താമസിച്ചാണ് വളരുന്നതെന്നും അങ്ങനെ നോക്കിയാൽ ഈ കുട്ടിക്ക് 19 വയസ്സാകാൻ ചാൻസ് ഇല്ലേ എന്നും പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നു. റയറായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും എന്നാൽ റയറായിട്ട് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഡോക്ടർ പറയും. റയർ ആണെങ്കിൽ പോലും അങ്ങനത്തെ കേസുകൾ ഇല്ലേ എന്നാണ് എതിർഭാഗം ചോദിക്കുന്നത്. അതിന് ആ ഡോക്ടർക്കും ഉണ്ടെന്ന് തന്നെ മറുപടി പറയേണ്ടതായി വരും. അന്നത്തെ ഹിയറിംഗിന് ശേഷം കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ജംഗിയെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തെളിവുകൾ പോലും നേഹയ്ക്ക് കിട്ടിയിരുന്നില്ല. ആകെ വിഷമത്തിലിരിക്കുന്ന നേഹയുടെ അടുത്തേക്ക് റിപ്പോർട്ടറായ രാഘവ് വരികയും നേഹയ്ക്ക് ഒരു വീഡിയോ കൊടുക്കുകയും ചെയ്യുന്നു. ജംഗി ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ പ്രായം 16 എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. നിനക്കിത് എവിടുന്നാണ് കിട്ടിയതെന്ന് നേഹ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ റിപ്പോർട്ടേഴ്സ് ആണ്, സോ ഞങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും അയാൾ പറയുന്നു. ആ ഒരൊറ്റ വീഡിയോ വെച്ച് തന്നെ ആ കേസിൽ ജംഗിയെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി സരികയുടെ കൂടെ ചേർന്ന് നേഹ രണ്ടാമത്തെ കേസും ജയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പല കേസുകളിലും സരിക നേഹയെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നേഹയ്ക്ക് കിട്ടുന്ന കേസുകളിലൊക്കെ അവൾ ജയിക്കുന്നുണ്ട്. നീ ഇങ്ങനെ നേഹയെ ഹെൽപ്പ് ചെയ്താൽ നിന്റെ ജോലിയിൽ വരെ അത് ബാധിക്കില്ലേ എന്ന് ലക്ഷ്മണൻ സരികയോട് ചോദിക്കും. ഞാൻ ഈ ചെയ്യുന്നത് വളരെ റിസ്ക് ആണെന്ന് എനിക്കറിയാം. കുറച്ചൊക്കെ റിസ്ക് എടുത്തെങ്കിലേ പറ്റൂ. ഇത് കാരണം നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പണം കിട്ടുന്നില്ലേ എന്നും സരിക ചോദിക്കും. അത് വെച്ച് നമ്മുടെ മകളെ ആ കോമ്പറ്റീഷന് വിടാമെന്നും സരിക പറയുന്നു. സരിക തന്റെ ജോലി കഴിഞ്ഞിട്ട് റയാൻ എന്ന ഒരു കുട്ടിക്ക് ട്യൂഷനും എടുക്കാറുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള റയാന്റെ ഫ്ളാറ്റിൽ പോയാണ് അവൾ അവന് ട്യൂഷൻ എടുത്തിരുന്നത്. ഇതിനോടകം നേഹ 9 കേസുകളിൽ ജയിച്ചിരുന്നു. ഈ സന്തോഷം പങ്കുവയ്ക്കാനായി നേഹ സരികയ്ക്ക് ഒരു പാർട്ടി കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ഒരു കേസ് കൂടി ജയിച്ചാൽ അച്ഛന്റെ ലീഗൽ ഫേമിൽ തനിക്ക് പാർട്ട്ണർ ആകാമെന്നും അച്ഛന്റെ ചലഞ്ച് പൂർത്തിയാക്കാൻ കഴിയുമെന്നും നേഹ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് വിക്രം ബജ്റാലിനെ കാണിക്കും. അയാളുടെ ഫോണിലേക്ക് അയാളുടെ ഫ്ളാറ്റിലേക്ക് വന്ന ആ പെൺകുട്ടിയുമായി അയാൾ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ആരോ സെൻഡ് ചെയ്യുന്നു. ആ ഫോട്ടോ കാണിച്ച് ആരോ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഈ ബജ്റാലിന് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഈ ഫോട്ടോസ് കണ്ട് ബജ്റാൽ ആകെ ഷോക്ഡ് ആകും. സരിക റയാന് ക്ലാസ് എടുക്കാൻ വരുന്നതാണ് കാണിക്കുക. പതിവിൽ നിന്നും നേരത്തെ അന്നേ ദിവസം സരിക വരുന്നു. ഇന്നെന്താ നേരത്തെ വന്നതെന്ന് റയാൻ ചോദിക്കുമ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് താൻ നേരത്തെ പോകുന്നെന്നും ക്ലാസ് പെട്ടെന്ന് തന്നെ തീർക്കാമെന്നും സരിക അവനോട് പറയും. അന്ന് രാത്രി വിക്രം ബജ്റാൽ രവിയെ വിളിച്ച് താൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നും തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും പറയുന്നു. നേഹ വീട്ടിലേക്ക് വരുമ്പോൾ 9 കേസുകളിൽ ജയിച്ചതിൽ രവി അവളെ സ്നേഹത്തോടെ കൺഗ്രാസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇനായ കൊട്ടാരി എന്ന ഫേമസ് ഇൻഫ്ലുവൻസർ സൂയിസൈഡ് ചെയ്ത വാർത്ത ന്യൂസിൽ കാണിക്കുന്നത് നേഹ ശ്രദ്ധിക്കുന്നുണ്ട്. നേഹയും ഇനായ കൊട്ടാരിയുടെ ഒരു വലിയ ഫാനായിരുന്നു. നെക്സ്റ്റ് ഡേ കോർട്ടിലെത്തിക്കഴിയുമ്പോഴാണ് ആ കേസും തനിക്കാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നേഹ മനസ്സിലാക്കുക. ഇനായ കൊട്ടാരിയുടെ ഒരു ആത്മഹത്യയല്ലെന്നും അവളുടെ മർഡർ ആണെന്നും പോലീസ് നേഹയോട് പറയുന്നു. അവരെ ആരോ കൊന്നതിനു ശേഷം വാണ്ടഡായി തന്നെ അതൊരു ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചതാണെന്നും പോലീസ് പറയും. ആ കേസിൽ അവർ സംശയിച്ചിരുന്നത് ഈ വിക്രം ബജ്റാലിനെയാണ്. വിക്രമാണ് ഇത് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ നേഹ ആകെ ഷോക്ഡ് ആകും. കാരണം അവളുടെ അച്ഛനായ രവിയുടെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ ഈ ബജ്റാൽ. അതുകൂടാതെ ഈ കേസ് വന്നിരിക്കുന്നത് തനിക്കാണെന്ന് അറിയുമ്പോൾ നേഹ കുറച്ച് ടെൻഷനിലാകുന്നു. ഈ കേസിൽ ബജ്റാലിന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ചുമതല നേഹയ്ക്കാണ്.
ഇത് അവളുടെ സീനിയർ വക്കീൽ തന്നെയാണ് അവളെ ഏൽപ്പിക്കുന്നത്. അവളുടെ 10ാമത്തെ കേസായിട്ടാണ് ഇത് അവൾക്ക് ലഭിക്കുക. സോ ഈ 10 കേസിൽ ജയിച്ചാൽ മാത്രമേ അച്ഛനുമായുള്ള അവളുടെ ചലഞ്ചിൽ അവൾക്ക് ജയിക്കാൻ കഴിയൂ. അതുകൂടാതെ അച്ഛന്റെ ലീഗൽ ഫേമിൽ ഒരു പാർട്ട്ണർ ആകാനും അവൾക്ക് കഴിയൂ. സോ ഈ കേസ് ഏറ്റെടുക്കാൻ അവൾ തീരുമാനിക്കും. എന്നാൽ അവൾക്കെതിരായിട്ട് നിൽക്കുന്നതോ അവളുടെ അച്ഛൻ രവി തന്നെയായിരുന്നു. അതറിഞ്ഞിട്ടും അവൾ ഈ കേസ് ഏറ്റെടുക്കുന്നു. ഈ കേസ് നീ അറ്റൻഡ് ചെയ്യരുതെന്ന് രവി അവളോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ ഈ കേസ് ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. നീ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ വീക്കാകുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വമാണ് നിന്നെ ഈ കേസ് ഏൽപ്പിച്ചതെന്നും രവി അവളോട് പറയും. എന്തൊക്കെയായാലും അവൾ അതിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് അവർക്കിടയിൽ ചില ആർഗ്യുമെന്റ്സും നടക്കുന്നുണ്ട്. സോ തൽക്കാലത്തേക്ക് ആ വീട് തന്നെ വിട്ടുപോകാൻ നേഹ തീരുമാനിക്കും. അവൾക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ശരിയാക്കി കൊടുക്കുന്നത് സരികയാണ്. ഇനായ കോട്ടാരിയുടെ മരണത്തെക്കുറിച്ച് നേഹ കൂടുതലായി അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നു. അവളുടെ അടുത്തു നിന്ന് സൂയിസൈഡ് നോട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കഴുത്തിലുള്ള മാർക്ക് കണ്ടാലും അവൾ സ്വയം തൂങ്ങി മരിച്ചതായിട്ട് തോന്നിയിരുന്നില്ല. ആരോ കഴുത്തു ഞെരിച്ച് കൊന്നതുപോലെയാണ് പാടുകൾ ഉണ്ടായിരുന്നത്. ഇനായ കൊട്ടാരിയുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ ബജ്റാളിന്റെ കുറച്ച് ഫോട്ടോസും അവർക്ക് കിട്ടിയിരുന്നു. ബജ്റാളും ഒരു പെൺകുട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു അത്. ആ ഫോട്ടോസ് ചിലപ്പം ഇനായ കൊട്ടാരി തന്നെ എടുത്തതായിരിക്കാമെന്നും ഇനായ ഇത് വെച്ച് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ആ ദേഷ്യത്തിലായിരിക്കാം അയാൾ ഇനായ കൊട്ടാരിയെ കൊന്നതെന്നുമാണ് പോലീസിന്റെ നിഗമനം. അതുകൂടാതെ ഇനായുടെ ഫ്ളാറ്റിൽ നിന്നും വിക്രമിന്റെ ഫിംഗർ പ്രിന്റ്സ് അടങ്ങുന്ന ഒരു ക്ലാസും പോലീസിന് കിട്ടുന്നു. കൂടാതെ അയാൾ ആ ഫ്ളാറ്റിലേക്ക് പോയതിന് CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇനായ കൊട്ടാരി ഇയാളുടെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നാൽ ആ ഫോണ് അവളുടെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഇവളെ കൊന്നതിന് ശേഷം വിക്രം ബജ്റാൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നും പോലീസ് പറയും. എന്നാൽ ആ ഫോട്ടോസ് ഇനായ കൊട്ടാരി ആ ഫ്ളാറ്റിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ഫോട്ടോസ് നമുക്ക് കിട്ടിയതെന്നും പോലീസ് പറയും. എന്നാൽ ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രവിയോട് ബജ്റാൾ പറയുക. നിങ്ങൾ പിന്നെ എന്തിനാണ് ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയതെന്ന് രവി ചോദിക്കുമ്പോൾ എനിക്ക് ആ ഫോട്ടോസ് അയച്ചു തന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറച്ച് ക്യാഷുമായി ആ അപ്പാർട്ട്മെന്റിന്റെ ടെറസിലേക്ക് വരാൻ പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നെന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയതെന്നുമാണ് ബജ്റാൾ പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് ഇനായ കൊട്ടാരിയെ കാണുകയോ അവളെ താൻ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ബജ്റാൾ പറയുക. എന്നാൽ താൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തനിക്കൊരു മെസ്സേജ് പോലും വന്നില്ലെന്നും ആരും തന്നെ വിളിച്ചതുമില്ലെന്നും അതുകൊണ്ട് താൻ അവിടെ നിന്നും തിരിച്ചു പോന്നെന്നുമാണ് ബജ്റാൾ പറയുന്നത്. പോലീസ് പറയുന്നത് പോലെ ആ ഫോട്ടോസ് എടുത്ത ഫോൺ നിങ്ങളാണോ മാറ്റിയതെന്ന് രവി ചോദിക്കുമ്പോൾ തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നും അയാൾ പറയും. ഈ കേസിൽ നേഹയും ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്തത് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ കൊലപാതകം ചെയ്തത് അയാൾ അല്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കേട്ട് അയാൾ കള്ളം പറയുന്നതാണെന്നാണ് സരിക പറയുക. ബ്ലാക്ക്മെയിൽ ചെയ്തത് അയാൾ സമ്മതിച്ചല്ലോ. സോ ഉറപ്പായിട്ടും ഇനായ കൊട്ടാരി തന്നെയായിരിക്കും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്നും ആ ദേഷ്യത്തിലായിരിക്കും അയാൾ പോയി അവളെ കൊന്നതെന്നുമാണ് സരിക പറയുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് സരിക ഇൻസ്പെക്ടർ റാത്തിയെ കാണാനായി പോകുന്നു. ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആണെന്നും ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കാണാൻ വരില്ലെന്നും ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും തിരിച്ചു പോകും. എന്നാൽ പെട്ടെന്ന് അവൾക്ക് എന്ത് പറ്റിയെന്നാണ് റാത്തിയും ചിന്തിക്കുന്നത്. അയാൾ വീണ്ടും അവളെ വിളിക്കാതിരിക്കാൻ അയാളുടെ ഫോണിൽ നിന്നും അവളുടെ നമ്പർ വരെ ഡിലീറ്റ് ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. ഈ കേസിന്റെ ഹിയറിംഗിൽ രവി ആകട്ടെ ബജ്റാളിന് ജാമ്യം വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് നേഹ പലതവണ പറയുന്നുണ്ടെങ്കിലും ബജ്റാൾ വലിയൊരു ബിസിനസ്മാൻ ആണെന്നും അയാളില്ലാതെ അയാളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പറഞ്ഞ് അയാൾക്ക് രവി ജാമ്യം വാങ്ങി നൽകുന്നുണ്ട്. കൂടുതൽ എവിഡൻസ് ഒന്നും അയാൾക്കെതിരെ ഇല്ലാത്തത് കൊണ്ട് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. നേഹ ഈ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർക്കും അവളുടെ ജൂനിയറായ ആൽമറാവിനുമൊപ്പം ആ മർഡർ നടന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ബജ്റാൾ പറഞ്ഞ പ്രകാരം അയാൾ ഈ ബിൽഡിംഗിലേക്ക് എന്റർ ചെയ്തത് ലിഫ്റ്റ് വഴിയാണ്. ലിഫ്റ്റ് വഴി അയാൾ നേരെ ടെറസിലേക്ക് പോകുകയും ചെയ്തു. 45 മിനിറ്റോളം ടെറസിൽ തന്നെ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ലിഫ്റ്റ് വഴി തന്നെ അയാൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് പോകുകയും ചെയ്തു. ഇതിനിടയ്ക്ക് അയാൾ മർഡർ ചെയ്യണമെങ്കിൽ ക്യാമറ ഇല്ലാത്ത സ്റ്റെയർ വഴി അയാൾക്ക് താഴേക്ക് ഇറങ്ങി വരണം. ടെറസിൽ നിന്നും 20 ഫ്ലോർ കഴിഞ്ഞ് വേണം ഇനായ കൊട്ടാരിയുടെ ഫ്ളാറ്റിലെത്താൻ. അവിടെ എത്തി അവളെ കൊന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് വഴി ടെറസിലെത്തണം. അതിനുശേഷം അവിടുന്ന് ലിഫ്റ്റ് വഴി വീണ്ടും താഴേക്ക് പോകണം. എന്നാൽ മാത്രമേ ആരും അറിയാതെ അയാൾക്ക് മർഡർ ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷെ നോർമൽ ആയിട്ടുള്ള ആൽമറാമിനെ കൊണ്ടുപോലും ആ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ താഴത്തെ ഫ്ലോറിൽ നിന്നും ടെറസിലേക്ക് 25 മിനിറ്റ് എടുത്തിട്ടാണ് ആ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുന്നത് തന്നെ. ഇവനേക്കാളും 2 മടങ്ങ് പ്രായമുള്ള ബജ്റാളിന് ഒരു കാരണവശാലും ഈ ടൈമിനുള്ളിൽ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി മർഡർ ചെയ്യാൻ പറ്റില്ലെന്ന്
എന്ന് നേഹയ്ക്ക് മനസ്സിലാകും. കൂടാതെ അയാൾ ഒരു ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്ന് നേഹ പറയുന്നു. CCTV ഫുട്ടേജസിൽ അയാൾ നോർമൽ ആയിട്ട് തന്നെയാണ് ഉള്ളത്. സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അയാൾ ടയേർഡ് ആകും. എന്നാൽ അയാൾ സാധാരണ രീതിയിലാണ് CCTV ഫുട്ടേജസിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്നാൽ CCTV റിപ്പോർട്ട് പ്രകാരം 5:30 മുതൽ 6:30 വരെയാണ് അയാൾ ഈ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നത്. അതേ ടൈമിൽ തന്നെയാണ് ഇനായ കൊട്ടാരിയുടെ മരണവും നടന്നിരിക്കുന്നത്. പിന്നെ ആരായിരിക്കും ഇനാരിയെ കൊന്നിട്ടുണ്ടാവുകയെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അവിടെയുള്ള ഓരോ ഫ്ളാറ്റും ഏകദേശം 4 കോടി രൂപ വില വരുന്നതാണ്. ഇനായ കൊട്ടാരിയെ പോലുള്ള ചെറിയൊരു ഇൻഫ്ലുവൻസറിന് ഇത്രയും കാശ് കൊടുത്ത് ഇവിടെ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ എങ്ങനെ ഇവിടെ അവൾ ഫ്ളാറ്റ് വാങ്ങിയെന്നും അവർ ചർച്ച ചെയ്യുന്നു. സാരിക ട്യൂഷൻ എടുത്തിരുന്ന കുട്ടിയും ആ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ആ അപ്പാർട്ട്മെന്റിലെ കുട്ടിക്ക് തന്നെയാണ് താൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നതെന്നും സാരിക നേഹയോട് പറയുന്നു. ഇനായിയെ എപ്പോഴെങ്കിലും അവിടെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നേഹ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് സാരിക പറയുക. ഇനി കണ്ടാൽ തന്നെയും എനിക്ക് ഇവരെയൊന്നും അറിയില്ല, ഞാൻ ഇൻഫ്ലുവൻസിനെയോ ബ്ലോഗേഴ്സിനെയോ ഒന്നും തന്നെ ഫോളോ ചെയ്യാറില്ലെന്നും സാരിക പറയുന്നു. പിറ്റേന്ന് കോടതിയിൽ ഈ കേസിന്റെ വാദം നടക്കുകയാണ്. ഒരാളും മറ്റൊരു പെൺകുട്ടിയുമായി ഇന്റിമേറ്റ് ആയിരുന്ന ഫോട്ടോ കാണിച്ച് ഇനായ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ പേരിൽ വിക്രം ബജ്റാൾ തന്നെയാണ് ഇനായ കൊട്ടാരിയെ കൊന്നതെന്നും നേഹ പറയുന്നു. തന്റെ ബിസിനസ്സിലോ തനിക്കെതിരെയോ സംസാരിക്കുന്ന ആളുകളെ അത് ആരെയാണെങ്കിലും അയാളെ കൊന്നുകളയുന്നത് ബജ്റാളിന്റെ ഒരു രീതി തന്നെയാണ്. ആ രീതി തന്നെയാണ് അയാൾ ഇവിടെയോ ഉപയോഗിച്ചതെന്നും അങ്ങനെയാണ് ഇനായിയെ അയാൾ കൊന്നതെന്നും നേഹ പറയും. ബിസിനസ്മാൻ ആകുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും, പക്ഷെ ഒരിക്കലും ഇവിടെ അയാൾ ഇനായിയെ കൊന്നിട്ടില്ല. അയാൾ അയാളുടെ വൈഫിനെ ചീറ്റ് ചെയ്ത കാര്യത്തിൽ അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പല സ്ത്രീകളുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ട്. എന്നാൽ ബജ്റാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ഇനായ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നത് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇന്നായ കൊട്ടാരിയെ ബജ്റാൾ കൊന്നതെന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും രവി പറയും. CCTV ഫുട്ടേജസിൽ മർഡർ നടന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. പക്ഷെ അവിടെ ഇനായുടെ ഫ്ളാറ്റ് മാത്രമല്ല 150ഓളം മറ്റു ഫ്ളാറ്റുകളും ഉണ്ടെന്നും രവി പറയും. ഇനായുടെ ഫ്ളാറ്റിലേക്ക് അയാൾ പോയി എന്നതിന് ഒരു തെളിവുമില്ല. ഗ്ലാസിൽ കണ്ട ഫിംഗർ പ്രിന്റിന്റെ കാര്യം നേഹ പറയുമ്പോൾ ഒരു ഗ്ലാസിൽ നിന്നും മാത്രമായിരുന്നു വിക്രം ബജ്റാളിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയത്. ആ ഫ്ളാറ്റിലെ മറ്റു ഒരു തിങ്സിലോ ഇനായുടെ ശരീരത്തിൽ നിന്നോ ബജ്റാളിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുമില്ല. ഉറപ്പായിട്ടും മർഡർ നടക്കുന്ന സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇനായുടെ ശരീരത്തിൽ നിന്നും ബജ്റാളിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയതുമില്ല. ഗ്ലാസിലെ ഫിംഗർ പ്രിന്റ് ആർക്ക് വേണമെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വെച്ചിട്ട് അയാളെ കുറ്റവാളിയാക്കാൻ കഴിയില്ലെന്നും രവി പറയുന്നു. ഇന്നായ താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിന്റെ ബിൽഡർ ഓണർ ഈ ബജ്റാളാണ്. ആ ഫ്ളാറ്റ് മുഴുവൻ നിർമ്മിച്ചത് അയാൾ തന്നെയാണ്. ആ ഫ്ളാറ്റ് ഇന്നായ കൊട്ടാരിക്ക് വിക്രം ബജ്റാൾ ഗിഫ്റ്റായി നൽകിയതുമാണ്. അതിനുള്ള തെളിവുകൾ നേഹ അവിടെ സമർപ്പിക്കുന്നുണ്ട്. 4 കോടി വില വരുന്ന ഒരു ഫ്ളാറ്റ് വിക്രം ബജ്റാൾ ഇന്നായ കൊട്ടാരിക്ക് ഗിഫ്റ്റായി നൽകണമെങ്കിൽ അവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരിക്കണം. അത് ഒരു വെറും പരിചയം മാത്രമായിരിക്കില്ലെന്നും നേഹ കോടതിയിൽ പറയുന്നു. എന്നാൽ തനിക്ക് ഇന്നായ കൊട്ടാരിയെ അറിയില്ലെന്നും ഇന്നേ വരെ കണ്ടിട്ടില്ലെന്നുമാണ് വിക്രം ബജ്റാൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇത്രയും വിലയുള്ള ഒരു ഫ്ളാറ്റ് ബജ്റാൾ എന്തിനായിരിക്കും ഇനായ കൊട്ടാരിക്ക് ഗിഫ്റ്റായി നൽകിയതെന്ന് നേഹ ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ട്വിസ്റ്റഡ് ബാർ കേസ് എന്നൊരു കേസിനെ കുറിച്ച് അവളോട് പറയുന്നു. ആ ബാറിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. ഈ വിക്രം ബജ്റാളിന്റെ ആയിരുന്നു ആ ബാർ. അവിടെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിന് കാരണം അവിടുത്തെ റെസ്റ്റോറന്റിലെ സൂപ്പർവൈസർ ആയിരുന്നു എന്നാണ് ഇനായ കൊട്ടാരി കോടതിയിൽ നൽകിയ മൊഴി. തീപിടുത്തം ഉണ്ടായ സമയത്ത് ആ ബാറിൽ ഇനായ കൊട്ടാരിയും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നത്. ഈ ഇന്നായ കൊട്ടാരിയുടെ ഒറ്റ മൊഴിപ്രകാരമാണ് ആ സൂപ്പർവൈസർക്കെതിരെ കേസെടുത്തതും അയാളെ ജയിലിൽ അടച്ചതും. സോ ആ കേസ് മുഖേന ബജ്റാളിന് ഉറപ്പായും ഇന്നായ കൊട്ടാരിയെ അറിയാൻ ചാൻസ് ഉണ്ട്. നേഹയും ആൽമറാമും ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അവളുടെ ലവറായ അക്ഷയ്, അതായത് അവളുടെ അച്ഛനായ രവിയുടെ ജൂനിയറായ അക്ഷയ് അങ്ങോട്ടേക്ക് വരിക. അന്നത്തെ ആ ദിവസം അക്ഷയ് അവളോടൊപ്പമാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് അന്ന് രാത്രി ഉറക്കമുണർന്നു നോക്കുന്ന നേഹ കാണുന്നത് അക്ഷയ് തന്റെ ലാപ്ടോപ്പിൽ എന്തോ സെർച്ച് ചെയ്യുന്നതാണ്. അവൾ കണ്ടെത്തിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അക്ഷയ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് നേഹയ്ക്ക് മനസ്സിലാകുന്നു. അത് കണ്ടുകൊണ്ടുവന്ന നേഹ അവനോട് നന്നായി ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ അച്ഛൻ തന്നെയാകാം അക്ഷയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് നേഹയ്ക്ക് മനസ്സിലാകും. നേഹയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എവിഡൻസോ മറ്റോ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അക്ഷയ് അവിടെ എത്തിയത്. എന്നാൽ ഒരു കേസ് ജയിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ഇത്രയും ചീപ്പായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് അവൾ കരുതിയിരുന്നതേയില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കുന്നു. ബജ്റാളിന്റെ ഫോണിലേക്ക് ബ്ലാക്ക്മെയിൽ മെസ്സേജ് അയച്ച ഫോൺ അവർ ട്രേസ് ചെയ്തിരുന്നു. അവർ ബ്ലാക്ക്മെയിൽ ചെയ്ത സമയത്ത് ആ ഫോൺ ഉണ്ടായിരുന്നത് ഇനായയുടെ ഫ്ളാറ്റിലായിരുന്നില്ല. ആ ഫോൺ അവിടെ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ഇനായ കൊട്ടാരിയാണ് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഉറപ്പായും
അത് അവളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവളുടെ സ്ഥലത്ത് തന്നെയോ ആയിരിക്കണം. എന്നാൽ ഇനായ കൊട്ടാരി ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നില്ല ആ ഫോണിന്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ഇനായ കൊട്ടാരി ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ ഫോണിലെ ലൊക്കേഷൻ അവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇതിനർത്ഥം ഇനായ കൊട്ടാരി ആയിരുന്നില്ല ആ ബ്ലാക്ക്മെയിൽ ചെയ്തത്, അത് മറ്റാരോ ആയിരുന്നെന്നാണ്. തന്റെ ക്ലയന്റായ വിക്രം ബജ്രാളിന് മുൻപോ പിൻപോ ഇനായ കൊട്ടാരിയുമായി ഒരു കണക്ഷനും ഇല്ലെന്നാണ് രവി പറയുന്നത്. എന്നാൽ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് നേഹ പറയും. 9 വർഷത്തിനു മുൻപ് ട്വിസ്റ്റഡ് ബാർ എന്ന ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇവർ കണക്റ്റഡ് ആണ്. ആ ബാറിന്റെ ഉടമ അന്ന് ബജ്രാളായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. അന്ന് ഈ വിക്രം ബജ്രാളിനെതിരെ അതൊരു വലിയ കേസായി വന്നു. ആ കേസിൽ അവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസറിന്റെ അശ്രദ്ധ കൊണ്ടാണ് ആ തീപിടുത്തം ഉണ്ടായതെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് ഇനായ കൊട്ടാരിയാണ്. അതുകൊണ്ട് തന്നെ അന്നു മുതലേ ബജ്രാളും ഇനായ കൊട്ടാരിയുമായി കണക്ഷൻ ഉണ്ടെന്ന് തന്നെ കരുതണം. അതുകൊണ്ട് ആ ബാറിൽ തീപിടുത്തമുണ്ടായ വർഷവും അതിനുശേഷവും ഇനായ കൊട്ടാരിയുമായി ബജ്രാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിലെ എല്ലാ ഡോക്യുമെന്റ്സും അയാളുടെ ഫോണിലെ കോൾ ലിസ്റ്റും എല്ലാം തന്നെ തങ്ങൾക്ക് പരിശോധിക്കണമെന്നും അതെല്ലാം തന്നെ ഇവിടെ ഹാജരാക്കണമെന്നും നേഹ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ട്വിസ്റ്റഡ് ബാർ കേസിന്റെ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണമെന്നും നേഹ പറയുന്നു. നേഹ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടും. എന്നാൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം നേഹയുടെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായും ഇനായ കൊട്ടാരിക്കും ബജ്രാളിനും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നേഹയ്ക്ക് മനസ്സിലാകും. ഇതിലൂടെ ഈ കേസിൽ നേഹയ്ക്ക് ജയിക്കാൻ വളരെ എളുപ്പമാകും. സോ ഇത് അവളുടെ കയ്യിൽ കിട്ടരുതെന്നാണ് രവിയും വിക്രം ബജ്രാളും കരുതുന്നത്. ട്വിസ്റ്റഡ് ബാർ കേസിനെ കുറിച്ച് നേഹ ഡീറ്റെയിൽ ആയി അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഒരു ഷോക്കിംഗ് ന്യൂസ് അവൾ മനസ്സിലാക്കുക. ആ കേസിൽ സൂപ്പർവൈസർക്കെതിരെ സാക്ഷി പറഞ്ഞവർ എല്ലാവരും തന്നെ ഈ അടുത്തിടെയായി പല കേസുകളിലും കുടുങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കേസുകളെല്ലാം കൈകാര്യം ചെയ്തതോ അത് നേഹ തന്നെയായിരുന്നു. അതായത് അവളുടെ ആദ്യത്തെ കേസ് ജഗദീഷ് സിംഗിന്റെ ബാറിൽ നിന്നും ഡ്രഗ്സ് കണ്ടുപിടിച്ച സംഭവം. അയാളും ഈ ബാറിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ജങ്കി എന്നയാളും അയാളും ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടയാളാണ്. അന്ന് ആ തീപിടുത്തമുണ്ടായ സമയത്ത് അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു താനും. അവരുടെ എല്ലാ കേസും എങ്ങനെ തന്റെ അടുത്ത് തന്നെ വന്നു എന്ന് നേഹ ചിന്തിക്കും. സരികയോടും ഈ കാര്യങ്ങൾ അവൾ ഷെയർ ചെയ്യും. ഈ സമയം രവിയും അലോകും കൂടി ട്വിസ്റ്റഡ് ബാർ കേസിന് ശേഷം ഉണ്ടായിരുന്ന ബജ്രാളിന്റെ കോൾ ലിസ്റ്റുകളൊക്കെ പരിശോധിക്കുന്നു. ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അവർ പരിശോധിക്കുന്നതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കും. ബജ്രാൾ അന്ന് മുതലേ ഇന്നായുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് അന്ന് സാക്ഷി പറഞ്ഞ എല്ലാവർക്കും ബജ്രാൾ കാശ് കൊടുത്തിട്ടുണ്ട്. ഇന്നായക്കാണെങ്കിൽ 4 കോടിയുടെ ഫ്ളാറ്റും അയാൾ ഗിഫ്റ്റായി നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് ആ കേസിൽ നിന്നും ഇയാൾ ഊരിപ്പോകുന്നത്. പക്ഷെ ഈ പേപ്പർ നേഹയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും കേസ് ജയിക്കുമെന്ന് രവിക്ക് മനസ്സിലാകും. അലോകിനോടും അയാൾ ഈ കാര്യം പറയുന്നുണ്ട്. ഡോക്യുമെന്റ്സ് അവളെ ഏൽപ്പിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം ഇത് കോടതിയുടെ ഉത്തരവാണ്. സോ ആ വർഷത്തെ ഒരുപാട് ഡോക്യുമെന്റ്സ് സംഘടിപ്പിക്കണം. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഈ പേപ്പർ വെച്ചാൽ മതി. അവൾ ആ ഫുൾ ഡോക്യുമെന്റ്സും വായിച്ച് അതിൽ നിന്നും ഈ പേപ്പർ കണ്ടുപിടിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. ഈ പേപ്പർ അവളുടെ കയ്യിൽ കിട്ടാതിരുന്നാൽ മാത്രമേ ഈ കേസിൽ നമുക്ക് ജയിക്കാൻ കഴിയൂ എന്നും രവി പറയുന്നു. പിറ്റേന്ന് തന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പെട്ടി നേഹയുടെ അടുത്ത് അവരെത്തിക്കും. ഇതിനിടയിൽ നേഹ ട്വിസ്റ്റഡ് ബാർ കേസ് കൈകാര്യം ചെയ്ത ആ വക്കീലിനെ കാണാനായി പോകുന്നുണ്ട്. ആ കേസിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന സൂപ്പർവൈസറായ ഷാമിനിയായിരുന്നു അവർ പ്രതിയാക്കിയത്. അയാളുടെ അശ്രദ്ധ മൂലമാണ് അവിടെ തീപിടുത്തമുണ്ടായതെന്ന് ബജ്രാളും അയാളുടെ ഫ്രണ്ട്സും വരുത്തി തീർത്തു. ഈ ഷാമിനിയായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതായി കാണിക്കുന്നതും അയാൾ അവിടെ തൂങ്ങി മരിച്ചതായി കാണിച്ചതും. അന്ന് ആ കേസിലും ബജ്രാളിന് വേണ്ടി വാദിച്ചത് നിന്റെ അച്ഛനായ രവി തന്നെയാണ്. സാക്ഷികളെയെല്ലാം വിലയ്ക്ക് വാങ്ങി പയ്യനെതിരെ മൊഴി കൊടുപ്പിച്ചതും രവി തന്നെയായിരുന്നു. നിരപരാധിയായ ശ്യാം അങ്ങനെ ജയിലിലാവുകയും ചെയ്തു. അതോടെ അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ശ്യാമിന്റെ സഹോദരിയും അവളുടെ ഭർത്താവും ആ ബാറിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് ആരാണെന്നും അവരുടെ പേരെന്താണെന്നും ആ ഫാമിലിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും തരാൻ നേഹ ആ വക്കീലിനോട് പറയുന്നുണ്ട്. അയാൾ അത് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്നും തിരിച്ചെത്തിയ നേഹയാകട്ടെ ആ കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതിനിടയിൽ അമ്മ തന്നുവിട്ട ഫുഡുമായി അലോക് അവളെ കാണാനായി വരുന്നുണ്ട്. എന്നാൽ അവളിൽ നിന്നും അവളുടെ അച്ഛനായ രവി ഒളിപ്പിച്ചു വെച്ച ആ ഡോക്യുമെന്റ്സ് അവളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ എത്തിയത്. ആ ഡോക്യുമെന്റ്സ് അയാൾ അവൾക്ക് നേരിട്ട് കൊടുത്തില്ലെങ്കിലും അവൾക്ക് കാണാവുന്ന രീതിയിൽ ആ ഫയലുകൾക്ക് മുകളിലായി ആ ഡോക്യുമെന്റ്സ് വെച്ച് അലോക് അവിടെ നിന്നും പോകുന്നു. അലോക് പോയ ഉടനെ തന്നെ നേഹയുടെ ജൂനിയറിന് ആ ഡോക്യുമെന്റ് കിട്ടും. ഇത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അലോക് തന്നെയാണ് കൊണ്ടുവന്നതെന്ന് നേഹയ്ക്ക് ആ സമയം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച നേഹയ്ക്ക് കൊലയാളി ആരാണെന്ന് മനസ്സിലാകും. അവിടെ സീൻ കട്ട് ചെയ്ത് നേഹ സരികയെ കാണാനായി വരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ബജ്രാളല്ല കൊലയാളി എന്നും അത് മറ്റൊരാളാണെന്നും നേഹ പറയും. പിന്നെ ആരാണെന്ന് സരിക ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ അത് നീ തന്നെയാണെന്ന് സരികയെ ചൂണ്ടി നേഹ പറയുന്നു. ഞാൻ എന്തിനാണ് അവരെ കൊല്ലുന്നതെന്ന് ഒരു ഷോക്കോടെ സരിക ചോദിക്കും. എന്നാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നും ആ കൊലയാളി നീ തന്നെയാണെന്നും നേഹ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ലക്ഷ്മണനാകട്ടെ നീ മനസ്സിലാക്കിയ
കാര്യങ്ങളല്ല സത്യമെന്നും എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാമെന്നും ലക്ഷ്മണൻ പറയുന്നു. ആക്ച്വലി ഇനായിയെ കൊന്നത് സരിക തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബജ്റാളിന്റെ ട്വിസ്റ്റഡ് ബാറിലായിരുന്നു സരികയും അവളുടെ ഹസ്ബൻഡ് ലക്ഷ്മണനും സരികയുടെ സഹോദരനായ ശ്യാമും ജോലി ചെയ്തിരുന്നത്. അന്ന് ആ ബാറിൽ തീപിടുത്തമുണ്ടായപ്പോൾ എല്ലാവരും കൂടി പ്രതിയാക്കിയത് സരികയുടെ ബ്രദറായ ശ്യാമിനെയായിരുന്നു. തന്റെ സഹോദരൻ നിരപരാധിയാണെന്നും അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് സരിക കോടതി കയറി ഇറങ്ങുന്നുണ്ട്. ആ സമയം സരിക പ്രഗ്നന്റുമായിരുന്നു. തന്റെ സഹോദരൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സരിക ഒരുപാട് പേരെ പോയി കാണുന്നുണ്ട്. എന്നാൽ അവൾക്ക് അവഗണന മാത്രമായിരുന്നു ലഭിച്ചത്. അത് കാരണം കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് പക തീർക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നു. റാത്തി എന്ന് പറയുന്ന പോലീസുകാരനുമായിട്ട് സരിക റിലേഷൻഷിപ്പിലാകുന്നതും അവളുടെ റിവഞ്ച് തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. റാത്തിയെ കൊണ്ട് തന്നെ ജഗദീഷിനെ നൈറ്റ് ക്ലബിൽ ഡ്രഗ്സ് വെപ്പിക്കുകയും അവനെ കൊണ്ട് തന്നെ ജഗദീഷിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് സരികയുടെ പ്ലാൻ ആയിരുന്നു. ജംഗിയെ കൊടുക്കാൻ വേണ്ടി അതുപോലെ ആ കൊച്ചു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന വീഡിയോ റിപ്പോർട്ടറായ രാഘവന്റെ കയ്യിൽ കൊടുത്ത് നേഹയെ ഏൽപ്പിച്ചത് സരികയായിരുന്നു. കൂടാതെ ബജ്റാളിന്റെ വീട്ടിലേക്ക് ആ പെൺകുട്ടി വരുന്നതും അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും എടുത്ത് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തതും സരികയായിരുന്നു. സരികയുടെ ബ്ലാക്ക്മെയിൽ പ്രകാരമായിരുന്നു ബജ്റാൾ ഇനായ കൊട്ടാരിയുടെ ഫ്ളാറ്റിന്റെ ടെറസിലേക്ക് വന്നത്. ആ സമയം അവിടെ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന സരിക അന്നേ ദിവസം ട്യൂഷൻ എടുത്തതിനു ശേഷം അവിടെ നിന്നും ഇനായ കൊട്ടാരിയുടെ ഫ്ളാറ്റിലെത്തുന്നു. അവിടെ എത്തി അവളുടെ കഴുത്തു ഞെരിച്ച് അവളെ കൊന്നതും സരികയായിരുന്നു. ബജ്റാൾ യൂസ് ചെയ്ത അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് അവളുടെ ഫ്ളാറ്റിൽ വെച്ചതിനു ശേഷം ബജ്റാളാണ് ആ കൊലപാതകം ചെയ്തതെന്ന് വരുത്തി തീർക്കാനും സരിക ശ്രമിച്ചു. ഈ കാര്യങ്ങളെല്ലാം നേഹയ്ക്ക് മനസ്സിലാകും. എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ സരികയ്ക്കെതിരെ ഒരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. എല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു. കോടതിയിൽ തെളിവുകളാണ് പ്രധാനം. ഞാൻ കൊല ചെയ്തു എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം എന്നെ ശിക്ഷിക്കാൻ പറ്റില്ലെന്നും സരിക പറയും. എന്നാൽ സരിക നേഹയോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അവൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെളിവ് മാത്രം മതി എനിക്ക് നിന്നെ ഈ കേസിൽ പ്രതിയാക്കാനെന്ന് നേഹ പറയുന്നു. ഇതെല്ലാം അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായതെന്ന് കാണുമ്പോൾ സരികയും ഒന്ന് ഷോക്ക്ഡ് ആകും. തങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്ത് ആരെയും കൂടെ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരുമായി ഒരു റിലേഷൻഷിപ്പിലായി സരിക തന്റെ റിവെഞ്ച് നേടിയെടുക്കാൻ ശ്രമിച്ചത്. പണക്കാർക്ക് മാത്രമല്ല നീതി ലഭിക്കേണ്ടത്, അത് പാവങ്ങൾക്കും കൂടി ഉള്ളതാണെന്നും സരിക പറയും. നീ നിന്റെ അച്ഛനെ പോലെ ആകില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ നീ നിന്റെ അച്ഛന്റെ മകൾ തന്നെയാണെന്ന് തെളിയിച്ചെന്നും സരിക പറയുന്നു. അവിടെ നിന്നും നേഹ നേരെ ചെല്ലുന്നത് അവളുടെ അച്ഛനായ രവിയുടെ അടുത്തേക്കാണ്. ഈ കേസിനെ കുറിച്ച് ചോദിച്ചതിനു ശേഷം ആ കേസിൽ നിന്നും ബജ്റാളിനെ രക്ഷിച്ചത് അച്ഛൻ തന്നെയാണോ എന്നും അവൾ ചോദിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് വരുന്ന കേസ് എനിക്ക് ജയിക്കണം. കോടതിക്ക് ഒരാൾ കുറ്റവാളിയാണോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട. അയാൾ ചെയ്ത കുറ്റം അവിടെ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തെളിയിക്കുകയാണെങ്കിൽ അയാളാണ് കുറ്റവാളി, തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അയാൾ നിരപരാധിയാകും. നിയമത്തെ കുറിച്ചൊക്കെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന, നീതിക്ക് വേണ്ടി പോരാടേണ്ട ആള് തന്നെയാണ് ഒരാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും പ്രശസ്തിക്കും പേരിനും വേണ്ടി അയാളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. തന്റെ അച്ഛനും അങ്ങനെ ഒരാളാണെന്ന് നേഹയ്ക്ക് മനസ്സിലാകും. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾ നീതിക്ക് വേണ്ടി തന്നെ പോരാടാനായിരുന്നു ആഗ്രഹിച്ചത്. ബജ്റാളിനും ഇനായിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് നേഹ തെളിയിക്കുന്നു. അവൾക്കായി ആ ഫ്ളാറ്റ് ഗിഫ്റ്റ് നൽകിയതും ബജ്റാളാണെന്നുള്ള തെളിവുകളും നേഹ കോടതിയിൽ സമർപ്പിക്കും. വീണ്ടും വീണ്ടും ക്യാഷ് ചോദിച്ച് ഇനായ കൊട്ടാരി ബജ്റാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടാണ് അയാൾ ഇനായ കൊട്ടാരിയെ കൊന്നതെന്നും നേഹ പറയുന്നു. ബജ്റാളിനെ തന്നെ ഈ കേസിൽ കുറ്റവാളിയാക്കാൻ തന്നെയായിരുന്നു നേഹയും തീരുമാനിച്ചത്. കാരണം അയാൾ ഒരുപാട് ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും അവളുടെ അച്ഛന്റെ സഹായത്തോടെയും ക്യാഷ് കൊടുത്തുമൊക്കെയാണ് അയാൾ രക്ഷപ്പെട്ടു പോന്നത്. ഈ കേസിൽ അയാൾ ശിക്ഷ അനുഭവിക്കണമെന്ന് അവളും തീരുമാനിക്കും. എല്ലാ തെളിവുകളും ബജ്റാളിന് എതിരായിരുന്നു. അയാൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്യും. അങ്ങനെ നേഹ അവളുടെ 10ാമത്തെ കേസായ ഈ കേസിൽ ജയിക്കുകയും ചെയ്യുന്നു. തന്റെ മകളോട് തന്നെ രവി തോറ്റുപോയിട്ടും അവളെ അയാൾ കൺഗ്രാസ് ചെയ്യാൻ മറന്നില്ല. സന്തോഷത്തോടെ അവൾ കേസ് ജയിച്ചതിൽ അയാൾ അവളെ കൺഗ്രാസ് ചെയ്യുന്നു. എന്നോടെടുത്ത ചലഞ്ച് പോലെ തന്നെ നീ 10 കേസിലും ജയിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ധൈര്യമായി എന്റെ ലോ ഫേമിൽ പാർട്ട്ണർ ആകാമെന്നും അവളുടെ അച്ഛൻ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് സരിക നേഹയെ കണ്ട് അവളോട് നന്ദി പറയുന്നു. കോർട്ടിൽ കിട്ടേണ്ട നീതി നീ എനിക്ക് മേടിച്ചു തന്നെന്നും അവൾ പറയും. എന്നാൽ നീയും ബജ്റാളും എന്റെ അച്ഛനും ഒരുപോലെയാണെന്നാണ് നേഹ പറയുന്നത്. എല്ലാവരും നിയമത്തിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ കുറ്റവാളിയാക്കാതിരുന്നതെന്ന് സരിക ചോദിക്കും. എന്റെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത തെറ്റിന്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേൾക്കേണ്ടതായും വന്നിട്ടുണ്ട്. അതുപോലെ നീ ചെയ്ത തെറ്റിന്റെ പേരിൽ നിന്റെ മകൾ ഒരിക്കലും ഇതൊന്നും അനുഭവിക്കരുത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്നും നേഹ പറയുന്നു.
തന്നെ ഈ കേസിൽ നിന്നും അവൾ രക്ഷപ്പെടുത്തിയതിനും തനിക്കും തന്റെ ഫാമിലിക്കും നീതി മേടിച്ചു നൽകിയതിനും നേഹയോട് നന്ദി പറഞ്ഞ് സരിക അവിടെ നിന്നും പോകുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ പോരായ്മകളും പണമുള്ളവർക്ക് നിയമം എങ്ങനെ വഴിമാറുന്നു എന്നതുമായിരുന്നു ഈ സിനിമയിലൂടെ കാണിച്ചിരുന്നത്. പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിയമമെന്നും അത് പാവപ്പെട്ടവർക്കും അവകാശപ്പെട്ടതാണെന്നും കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുക.